everyone, welcome back to Silent Learning. It's me Jamshad. You can call me always Jedi. Today നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന ചാപ്റ്റർ. പലരും ചോദിച്ചിരുന്നു ഈ ഒരു ചാപ്റ്റർ ഞങ്ങൾക്ക് എടുത്തു തരുമോ. ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി ഈ ഒരു പോം കവിത കുറച്ച് ആൾക്കാർക്ക് പലർക്കും ഡിഫിക്കൽട്ട് ആണ് ഇതിന്റെ തീം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ചെയ്യും. ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിന്റെ ഇടയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ദാറ്റ്സ് ഗonna be most useful and helpful for your upcoming examination. ഇനി വരാനിരിക്കുന്ന എക്സാമിനേഷനിൽ സൂപ്പർ യൂസ്ഫുൾ ആകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ സമ്മറിയും സെറ്റ് ആക്കാൻ പോവാണ്. സോ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഇനിയും ധാരാളം ഇതുപോലത്തെ ചാപ്റ്റേഴ്സും മറ്റു സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന എക്സാം ഓറിയന്റഡ് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. നേരെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിലേക്ക് പോവുകയാണ്. പലർക്കും ടഫാണെന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മൾ പൊളിക്കും, അടിപൊളിയാക്കും, സെറ്റാക്കും. ഇത് അവസാനം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായോ ഇല്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോരുത്. സെറ്റാക്കാം. ഓക്കെ, ഇതാ പിടിച്ചോ. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ ആണ് നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ ഓതർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ഓതർ എന്ന് പറയുന്നത് ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ. യോ മോനെ കിടിലൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററെ ഓതർ എന്ന് പറയുന്നത്. നേരെ ചാപ്റ്ററിലേക്ക് പോകാൻ. ആൻഡ്രേസ് സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ. ഇതാണ് ചെസ്റ്റ്നട്ട് ട്രീ കേട്ടോ. വളരെ സ്പ്രെഡ് ആയി കിടക്കുന്ന, വളരെ വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഈ ഒരു ചെസ്റ്റ്നട്ട് ട്രീന്റെ താഴെ ദ വില്ലേജ് സ്മിതി സ്റ്റാൻഡ്. സ്മിതി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്ത് ആണ് വർക്ക്. ആ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ വർക്ക് പ്ലേസ്. അതായത് ബ്ലാക്ക് സ്മിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞില്ലല്ലോ. ദ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആക്ച്വലി ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി നമ്മളെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഉലയിൽ ഊതുന്നവൻ എന്നൊക്കെ പറയാറുണ്ട്. മലയാളത്തിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് വരിക. എക്സാക്ട്ലി പറഞ്ഞാൽ കൊല്ലപ്പണിക്കാരൻ എന്ന് പറയും. കത്തിയും കോടാലി അതുപോലെ തന്നെ പടന്ന കൈക്കോട്ടില്ലേ, ഇതൊക്കെ മൂർച്ച വെപ്പിക്കുന്ന ആൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾ, ഇവരാണ് ആക്ച്വലി ആ ഇരുമ്പുമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്സ്. കത്തി മൂർച്ച വെപ്പിക്കുന്ന ആൾ പ്രത്യേകിച്ച്. ഓക്കെ, അവർക്കാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്. അവരുടെ സ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പണിശാലയാണ്, അവരുടെ വർക്ക്ഷോപ്പാണ്. ആ ഒരു ദ വില്ലേജ് സ്മിതി സ്റ്റാൻഡ്. ആ ഒരു വില്ലേജിലെ, ആ ഒരു ഗ്രാമത്തിലെ ആ ഒരു ഫോർജ് നിലകൊള്ളുന്നത് എവിടെയാണ്? ഈ ഒരു സ്പ്രെഡ് ആയി കിടക്കുന്ന ആ ഒരു ചെസ്റ്റ്നട്ട് ട്രീയുടെ താഴെയാണ്. The Smiths, a mighty man is he. ആ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ഉണ്ടല്ലോ, അദ്ദേഹം വളരെ മൈറ്റി മാൻ ആണ്. ഇംപ്രസീവ് പവറിലാണ്, നല്ല ജിമ്മനാണ്, കിടിലം ബോഡിയുമായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ആൻഡ് വിത്ത് ലാർജ് ആൻഡ് സിൻവി ഹാൻഡ്സ്, നല്ല മസിലുള്ള, വലിയ മസിലുകളുള്ള ആളായിട്ടാണ് അദ്ദേഹം ആ ഒരു ഫോർജിൽ, ആ ഒരു വർക്ക്ഷോപ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ്, നല്ല ബ്രൗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് മസിൽസ് ഇൻ ദ ആംസിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസിനാണ് എന്ത് പറയാ? ബ്രൗണി എന്ന് പറയുക. യെസ്, ആ ബ്രൗണി ആംസ് ഒക്കെ എന്താക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്. എന്തിനെ പോലെ സ്ട്രോങ് ആണ്? സിമിലിയാണ്. അയൺ ബാൻഡ്, ഇരുമ്പ് വളയങ്ങളെ പോലെ ശക്തമായ. കമ്പാരിസൺ ആണ്. ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് സിമിലി. ഓക്കെ, ആസോ ലൈക്കോ ഉപയോഗിച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് സിമിലി. ഓക്കെ, യെസ്. ഓക്കെ, ഇരുമ്പ് വളയങ്ങളെ പോലെ സുശക്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള ഹാൻഡ് നമുക്ക് കാണാൻ പറ്റും. യെസ്, ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ല. നമുക്ക് അടുത്ത ഒരു സ്റ്റാൻഡി കൂടി കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് നോക്കാം. ഹിസ് ഹെയർ ഈസ് ക്രിസ്പ്. അദ്ദേഹത്തിന്റെ മുടി ഭയങ്കര ക്രിസ്പാണ്. കണ്ടോ, നമ്മളെ ഷസാമിന്റെ ആ ഒരു മുടി പോലെ ഭയങ്കര ക്രിസ്പാണ്. അതുപോലെ തന്നെ ബ്ലാക്ക്, നല്ല ബ്ലാക്ക് കളറുള്ള മുടിയാണ്. ഇതുപോലെ. ഓക്കെ, ബ്ലാക്ക് കളറുള്ള മുടിയാണ്. ഓക്കെ. ആൻഡ് ലോങ്, വളരെ നീളമുള്ള മുടിയാണ്. ഇദ്ദേഹത്തിന്റെ അത്ര ബ്ലാക്ക് അല്ലാതെ കൊണ്ടാണ് മറ്റൊരു ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തത്. ഹിസ് ഫേസ് ഈസ് ലൈക്ക് എ ടാൻ. ടാൻ അടിച്ചിട്ടുണ്ട് മുഖം. നമ്മൾ കുറെ നേരം വെയിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, അത് സ്പോർട്സ് ഡേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കുറച്ച് കറുത്തതായിട്ട് തോന്നും. നമുക്കത് ആക്ച്വലി വെയിലടിച്ചിട്ട് ടാൻ അടിക്കുന്നതാണ് ഇതുപോലെ. യെസ്. എന്നിട്ടോ ഹിസ് brow is wet with honest sweat. അദ്ദേഹത്തിന്റെ ഐബ്രോ, നെറ്റിത്തടങ്ങളിൽ എന്തുണ്ടടാ? അണസ്റ്റ് ആയിട്ടുള്ള ധാരാളം വേർപ്പ് തുള്ളികളുണ്ട്. എന്തെങ്കിലും എക്സസൈസ് ചെയ്തിട്ട് വേർത്തതാണോ? ഇല്ല, പണിയെടുത്തിട്ട് വേർത്തതാണ്. അത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള, അത്രയും പ്യുവർ ആയിട്ടുള്ള, അത്രയും ബഹുമാനിക്കപ്പെടുന്ന വിയർപ്പ് തുള്ളികളാണ്. തന്റെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്. ഹി ഏൺസ് വാട്ടെവർ ഹി ക്യാൻ. അദ്ദേഹത്തിന് കഴിയുന്നതൊക്കെ അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. ആൻഡ് ലുക്സ് ദ ഹോൾ വേൾഡ് ഇൻ ദ ഫേസ്. ലോകത്തെ മുഴുവൻ ഇങ്ങനെ ഫേസ് ചെയ്ത് നോക്കുകയാണ്. ആക്ച്വലി അദ്ദേഹം ഒരിക്കലും എന്താക്കുന്നില്ല, ആരുടെയും താഴെയല്ല, ആരോടെങ്കിലും ഭിക്ഷയാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളല്ല, മറ്റൊരാളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആളല്ല. അദ്ദേഹം ലോകത്തോട് ഇങ്ങനെ തല ഉയർത്തി നോക്കുന്ന, വളരെ അഭിമാനിയായിട്ടുള്ള, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള
ഒരാൾ തന്നെയാണ് നമ്മളെ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്. ഫോർ ഹി ഓസ് നോട്ട് എനി മാൻ, ഒരാളോടും കടപ്പെട്ടിരിക്കുന്നില്ല. ഒരാളോടും കടപ്പെട്ടിരിക്കുന്നില്ല. ആരോടും കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കീഴിലോ അല്ല അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. He is very much a free man. He is doing whatever, he is earning whatever he can. Yes, അദ്ദേഹം വിചാരിച്ചു നോക്കി അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ കഴിയും. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഓക്കെ, സെറ്റ് ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. What words does the poet use to show the strength of the blacksmith? ആ ബ്ലാക്ക്സ്മിത്തിന്റെ പവർ കാണിക്കാൻ, അദ്ദേഹത്തിന്റെ മസിൽ ബോഡി കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നോട് കവി യൂസ് ചെയ്ത വേർഡുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്ത വേർഡ്. മൈറ്റി, ലാർജ് ആൻഡ് സിൻവി, ബ്രൗണി ആംസ്, അയൺ ബാൻഡ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why could the blacksmiths look the whole world in the face? എന്തുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ഫേസിൽ ഇങ്ങനെ അദ്ദേഹം നോക്കി നിൽക്കുന്നത്? What does this suggest about the blacksmiths? ബ്ലാക്ക്സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത്? Actually the answer is he is honest and lives by working hard. ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ്. He does not owe anyone anything. ഒരാളോടും ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല. പെർഫെക്റ്റ് മാൻ we can say. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. നേരെ നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് കിടക്കുകയാണ്. അത് അവിടിച്ചു. Week in week out from morn till night. 24/7 എന്ന് പറയാൻ പറ്റില്ല, രാത്രി ഉണ്ടല്ലോ അല്ലെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ, വീക്ക് ഇൻ വീക്ക് ഔട്ട്, ആ ആഴ്ച തുടങ്ങും മുതൽ ആഴ്ച അവസാനിക്കുന്നത് വരെ, അതായത് കംപ്ലീറ്റ് ഡേയ്സിലും അദ്ദേഹം എന്താക്കുന്നുണ്ട്? യു ക്യാൻ ഹിയർ ഹിസ് ബെലോ ബ്ലോ. ബെലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനമാണ് ബെലോ. നിങ്ങൾ ഈ ഒരു സാധനം കണ്ടോ? ജസ്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു ഇവിടെ കത്തി ചൂടാക്കാൻ വേണ്ടിയിട്ട്, ഇതിന് മൂർച്ച വെപ്പിക്കണമെങ്കിൽ ആദ്യം ചൂടാക്കണം. ഇരുമ്പ് ഉരുകാൻ വേണ്ടിയിട്ട് ചൂടാക്കണം. ആ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നൊരു സാധനമാണ്. വിഷറി പോലെ ഒരു സാധനം ഉണ്ട്. എയർ അതിനുള്ളിൽ കയറിയിട്ട്, ഇപ്പോഴൊക്കെ കുറച്ചുകൂടി മെഷീൻ സാധനങ്ങളാണ്. കറണ്ട് മേൽ വർക്ക് ചെയ്യുന്ന മോട്ടോർ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. പണ്ടൊക്കെ ഈ ഒരു ബെലോസ് ആയിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാറ്റ് വരും. ആ കാറ്റിൽ എന്താക്കും? ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഭയങ്കര ചൂടായിരിക്കും. അതിന്റെ സൗണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഫുൾ ടൈം ഇങ്ങനെ കേൾക്കാൻ പറ്റും. വിച്ച് മീൻസ് അദ്ദേഹം ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്യാണ് ഗൈസ്. എപ്പോൾ പണിയെടുക്കുന്ന ആളാണ്. യു ക്യാൻ ഹിയർ ഹിം സ്വിങ് ഹിസ് ഹെവി സ്ലഡ്ജ്. അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ സ്ലഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാമർ ഇല്ലേ, അതിങ്ങനെ ഗിഡിങ് 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 അങ്ങനെ ഉറക്കെ സ്വിങ് ചെയ്യുന്നത് കേൾക്കാം. ആ ഒരു സൗണ്ട് കേൾക്കാം. വിത്ത് മെഷേർഡ് ബീച്ച് ആൻഡ് സ്ലോ. വളരെ മെഷേർഡ് ആയിട്ടുള്ള അത് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരേ ടോണിൽ അങ്ങനെ അടിക്കുന്ന ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വളരെ സ്ലോ ആയിട്ട്, വളരെ മെഷേർഡ് ആണ്. ഒരേ അളവിലാണ് ആ ഒരു ബീറ്റ്, ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആരെ പോലെ? കമ്പാരിസൺ സിമിലിയാണ്. ലൈക്ക് എ സെക്സ്റ്റൻ റിംഗിങ് ദ വില്ലേജ് ബെൽ. സെക്സ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് പള്ളിയിലച്ഛൻ എന്ന് പറയാറില്ലേ. ആ പള്ളിയിലൊക്കെ മണിയടിക്കുന്ന ആളിലെ അദ്ദേഹത്തെ പോലെ. വെൻ ദ ഈവനിങ് സൺ ഈസ് ലോ. വൈകുന്നേരത്തെ ആ ഒരു സണ്ണ് ലോ ആവുന്ന സമയത്ത്, ഏകദേശം ഒരു 6 മണി 6:30, ഓരോ സീസണിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഏകദേശം 6 മണി 6:30 ആ ഒരു സമയമാകുന്ന സമയത്ത്, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയത്ത് ഈ ഒരു ബെലോ ബ്ലോസ് ഒക്കെ കേൾക്കാം. അവരുടെ ആ ഒരു മണിനാദം കേൾക്കുന്നത് പോലെ ഉള്ള ആ ഒരു സൗണ്ട് അദ്ദേഹത്തിന്റെ ഫോർജിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാമെന്നാണ് പറയുന്നത്. യെസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. What does blacksmith swing his sledge compared to? അദ്ദേഹത്തിന്റെ ആ ഒരു ബ്ലാക്ക്സ്മിത്തിന്റെ സ്വിംഗിങ് ഹിസ് സ്ലെഡ്ജ്, ആ ഒരു ഹാമർ വെച്ച് അടിക്കുന്നത് എന്തിനോടാണ് കമ്പയർ ചെയ്തത്? ഈസി ഗൈസ്, ഈസി. ദാ പിടിച്ചു. To a sexton ringing the village bell. വില്ലേജ് ബെല്ല്, നാട്ടുംപുറത്തെ പള്ളിയില് സെക്സ്റ്റൺ, ആ പള്ളിയിലച്ഛൻ, കപ്പ്യാര് എന്നല്ല പറയാറുള്ളത്. ജസ്റ്റ് അവര് ഈ ഒരു മണി അടിക്കുന്നത് പോലെയുള്ള സൗണ്ട് ആണ് കേൾക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസിയാണ്. And children coming home from school look in the open door. തുറന്നു വെച്ച ആ ഒരു ഫോജിലെ ചെറിയൊരു തുറന്നു വെച്ച ഡോർ ഉണ്ടായിരിക്കും. ആ ഡോറിലൂടെ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, കൗതുകത്തോടെ നോക്കി നിൽക്കും. They love to see the flaming forge. ഈ ഒരു കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോർജ്, ആ ഒരു വർക്ക്ഷോപ്പ്, അവരുടെ ആ ഒരു വർക്ക്ഷോപ്പ്, ആ സ്മിതി കാണാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് അവരെങ്ങനെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളൊക്കെ ഈ ഇത് ആല നോക്കിയിരിക്കുന്നു പറയാം. ആൻഡ് ഹിയർ ദ ബെലോ റോസ്. ആ ഒരു ബെലോ, ഇതിന്റെ സൗണ്ട് ഇങ്ങനെ വീശുന്ന ആ സൗണ്ട് ഇല്ലേ, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആൻഡ് ക്യാച്ച് ദ ബേണിംഗ് സ്പാർക്സ് ദാറ്റ് ഫ്ലൈ. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പാർക്സ് ഉണ്ടല്ലോ,
തീപ്പൊരി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കില്ലേ, അതിങ്ങനെ പിടിക്കാൻ ശ്രമിക്കും. അത് പൊള്ളോന്ന് പേടിയുണ്ടാവും, പക്ഷെ പിടിക്കുന്ന സമയത്ത് അത് പൊള്ളൊന്നുമില്ല. ഓക്കെ, ലൈക്ക് ഷാഫ് ഫ്രം എ ത്രഷിംഗ് ഫ്ലോർ. ത്രഷിംഗ് ഫ്ലോർ എന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ഈ നെല്ലൊക്കെ, ഭയങ്കര കമ്പാരിസൺ ആട്ടോ, നെല്ലൊക്കെ എന്താക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് അരിയെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലോറിനാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് പിന്നെ മറ്റേ കാളയൊക്കെ ഉപയോഗിച്ചാണ്. ഇന്നൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ മില്ലുകൾ ഉണ്ടാവും, അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെല്ലും പതിരും വേറെ വേറെ ആക്കി തരും. അപ്പോൾ ആ ഒരു ഷാഫ് പോലെ ഫ്രം എ ത്രഷിംഗ് ഫ്ലോറിലുള്ള ആ ഒരു ഷാഫ്, ആ ഒരു കച്ചി പുല്ലൊക്കെ പോലെ, ആ പുല്ലൊക്കെ പറക്കുന്നുണ്ടോ, ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ആ പുല്ലിങ്ങനെ പറക്കുന്നുണ്ടോ, അതുപോലെ എന്ത് പറക്കും, ആ സ്പാർക്സ് പറക്കും. അതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ തയ്യാറാകും, വിദ്യാർത്ഥികൾ ഇങ്ങനെ കാത്തിരിക്കും എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ദാ വന്നു മക്കളെ, ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. ദ ചിൽഡ്രൻ എൻജോയ് വാച്ചിങ് ബ്ലാക്ക്സ്മിത്സ് വർക്ക്. കുട്ടികൾ ഇങ്ങേരുടെ ഈ പണി ഭയങ്കര ഇഷ്ടത്തോട് കാണുന്നുണ്ട്. ഗിവ് ഇൻസ്റ്റൻസ് ഫ്രം ദ പോം ദാറ്റ് സജസ്റ്റ് ദിസ്. ഇത് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സന്ദർഭം വ്യക്തമാക്കാനാണ്. ഐഡന്റിഫൈ അനദർ സിമിലി യൂസ്ഡ് ബൈ ദ പോയറ്റ്. പോയറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമിലി ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദാ പിടിച്ചോ. യെസ്, ദ ബേണിംഗ് സ്പാർക്സ് ദാറ്റ് ഫ്ലൈ ലൈക്ക് എ ഷാഫ് ഫ്രം എ ത്രഷിംഗ് ഫ്ലോർ എന്നുള്ള വരിയിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. നമ്മൾ പിക്ചർ വെച്ച് കാണിച്ചതാണ്, സെറ്റാണ്. നെക്സ്റ്റ് വൺ, അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ സിമിലിയാണ്. ഇവിടെ പിടിച്ചോ, ഇവിടെ കണ്ടോ, ലൈക്ക്. ഓക്കെ, സ്പാർക്സ് ദാറ്റ് ഫ്ലൈ ലൈക്ക് ഷാഫ്. അവിടെ തന്നെ അതിന്റെ ഒരു സിമിലിയുടെ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. ഐ തിങ്ക് ഓക്കെ, ഹി ഗോസ് ഓൺ സൺഡേ ടു ദ ചർച്ച്. ഞായറാഴ്ച അദ്ദേഹം ചർച്ചിലേക്ക് പോവാറുണ്ട്. ഗോസ് എന്നാ പറഞ്ഞത്, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യും. ആൻഡ് സിറ്റ്സ് എമംഗ് ഹിസ് ബോയ്സ്. അവരുടെ ബോയ്സിന്റെ കൂടെ ഇരിക്കും, തന്റെ ആ ബോയ്സിന്റെ കൂടെ ഇരിക്കും. ഹി ഹിയർസ് ദ പാഴ്സൺ പ്രേ ആൻഡ് പ്രീച്ച്. അവിടെ ആ പള്ളിയിലച്ചൻ ഉണ്ടല്ലോ, പാഴ്സൺ, പാതിരി എന്ന് പറയാറില്ലേ, അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും. പ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശ പ്രസംഗത്തിനാണ് പ്രീച്ച്. ഓക്കെ, ആ ഒരു പ്രീച്ച് ഒക്കെ കേൾക്കും. ഹി ഹിയർസ് ഹിസ് ഡോട്ടേഴ്സ് വോയിസ്. തന്റെ മകളുടെ സൗണ്ട് അങ്ങനെ കേൾക്കും. മകളുടെ സൗണ്ട് സിംഗിങ് ദ വില്ലേജ് ക്വയർ. വില്ലേജ് ക്വയർ ഉണ്ടായിരിക്കും, അവിടെ ഒരു പാട്ട് പാടുന്ന സംഘം ഉണ്ടായിരിക്കും. ആ ക്വയറില് തന്റെ മകളും പാട്ട് പാടുന്നുണ്ട്, ആ മകളുടെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് ഹാർട്ട് റിജോയ്സ്. അത് കേൾക്കുന്ന, എന്റെ മോള് വില്ലേജ് ക്വയറിൽ പാട്ട് പാടുന്നു, അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, റിജോയ്സ്, ഹാപ്പിനെസ് ഉണ്ടാവുന്നു. ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡസ് ദ ബ്ലാക്ക്സ്മിത്സ് ഡു ഓൺ സൺഡേ? ഞായറാഴ്ച മൂപ്പർക്ക് എന്താ പരിപാടി? ഹൗ ഡസ് ഹി ഫീൽ? എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫീലിംഗ്? ഉണ്ടാകുന്ന സമയത്ത് ഞായറാഴ്ചയുള്ള പരിപാടി എന്താണ് അദ്ദേഹത്തിന്റെ ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട സംഭവം ഇതാണ്. ഹി ഗോസ് ടു ചർച്ച് ആൻഡ് സിറ്റ്സ് അമംഗ് ഹിസ് സൺസ്. തന്റെ മക്കളുടെ കൂടെ ആ ഒരു വില്ലേജിലെ ആ ഒരു ടെമ്പിളിൽ പോയിരിക്കുന്നു, മീൻസ് ആക്ച്വലി ചർച്ചിൽ പോയിരിക്കുന്നു. ലിസണിങ് ടു ദ പാഴ്സൺസ് പ്രേയർ. മൂപ്പരുടെ ആക്ച്വലി നമ്മുടെ പള്ളിയിലച്ഛന്റെ ആ ഒരു പ്രാർത്ഥന കേൾക്കുന്നു. ഹിയറിംഗ് ഹിസ് ഡോട്ടേഴ്സ് വോയിസ് ഇൻ ദി choir, he is filled with joy. അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പി ആകുന്നു. തന്റെ മകളുടെ പാട്ട് കേട്ടിട്ട്, വില്ലേജിലെ പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിന് ഹാപ്പി ആകുന്നു. ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് ഹെർ മദേഴ്സ് വോയിസ്. തന്റെ മോള് പാട്ട് പാടുന്നുണ്ട്, ആ മോളുടെ അമ്മയുടെ സൗണ്ട് പോലെ. ആ അമ്മയുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരുടെ നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ വൈഫിന്റെ സൗണ്ട് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് അല്ലേ? തോന്നും, സ്വാഭാവികം. തന്റെ ഭാര്യയെ പോലെ, ഭാര്യയുടെ സൗണ്ട് പോലെ, ഭാര്യ പാട്ട് പാടുന്നത് പോലെയാണ് തന്റെ മകള് പാട്ട് പാടുന്നത്. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് ഭാര്യ ഓർമ്മ വരികയാണ്. സിംഗിങ് ഇൻ പാരഡൈസ്, സ്വർഗത്തിൽ വെച്ചിട്ട്, വിച്ച് മീൻസ് സ്വർഗത്തിൽ വെച്ച് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഷിസ്ഞാമോ അവള് മരിച്ചുപോയി ഗൈസ്. പാവം നമ്മുടെ ഈ ഒരു വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ മകളുടെ അമ്മ, അതായത് വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ ആ വൈഫ് മരിച്ചുപോയി. സ്വർഗത്തിൽ നിന്ന് പാട്ട് പാടുന്നത് പോലെ തോന്നുകയാണ് മകള് പാട്ട് പാടുന്നത് കേട്ടിട്ട്. ഹി നീഡ്സ് മസ്റ്റ് തിങ്ക് ഓഫ് ഹർ വൺസ് മോർ. ഒരിക്കൽ കൂടി അവളെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ഓർത്തുകൊണ്ടിരിക്കണം. ആരെ പറ്റിയിട്ട്? തന്റെ വൈഫിനെ പറ്റിയിട്ട്. ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്. എങ്ങനെയായിരിക്കും ആ ഒരു ഗ്രേവ് യാർഡില് അല്ലെങ്കിൽ ഗ്രേവില്, ആ ഒരു ശ്മശാനത്തിൽ അവരെങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവും? വിഷമാവുക ആലോചിച്ചിട്ട്. ആൻഡ് വിത്ത് ഹിസ് hard, rough hand, he wipes a tear out of his eyes. നല്ല ശക്തമായ, ഭയങ്കര ശക്തമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കൈയാണ് അദ്ദേഹത്തിനുള്ളത്. ആ കൈ കൊണ്ട് അദ്ദേഹം ആ ഒരു ഫേസിൽ നിന്ന് കണ്ണുനീരിങ്ങനെ തുടച്ചു മാറ്റുകയാണ്. ഹാർഡ് ആൻഡ് റഫ് കൈയാണ്, പക്ഷേ ഇമോഷണലി അദ്ദേഹം വളരെ വീക്കാണ്. എ ടിയർ ഔട്ട് ഓഫ് ഹിസ് ഐസ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ആ കണ്ണുനീരെങ്ങനെ തുടച്ചു നീക്കുകയാണ്. തീരാൻ പോകണം കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ബ്ലാക്ക് സ്മിത്ത് റിമൈൻഡഡ് ഓഫ് വെൻ ഹി ഹിയർസ് ഹിസ് ഡോട്ടേഴ്സ് വോയിസിംഗ് ഇൻ ദ വില്ലേജ് ക്വയർ? തന്റെ മോളുടെ പാട്ട് കേട്ടപ്പോൾ അയാൾക്ക് എന്താ ഓർമ്മ വന്നത്? ഇതാണ്, തന്റെ മരിച്ചുപോയ വൈഫിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഓർത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറെ സിമിലീസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ ഐഡന്റിഫൈ, സെറ്റ് ആക്കാം. Okay, set. Next ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. What would have happened to the blacksmith's wife
വൈഫിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? പിക്ക് ഔട്ട് എ ലൈൻ ഫ്രം ദ പോം ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. അത് നിങ്ങൾ അതിനെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന, നീതീകരിക്കുന്ന വരികൾ ഇതിൽ നിന്ന് കണ്ടെത്താനാണ്. സിമ്പിൾ ആണ്. മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അതായത് അതിന്റെ വരികൾ എന്ന് ഇറ്റ് സീം ടു ഹിം ലൈക്ക് ഹെർ മദേഴ്സ് വോയിസ്. അവരുടെ അമ്മയുടെ സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട്, വോയിസ് പോലെയുണ്ട്. സിംഗിങ് ഇൻ പാരഡൈസ് ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്. ഈ വരികളൊക്കെ പാരഡൈസിൽ വെച്ച് പാട്ട് പാടുക, എങ്ങനെയായിരിക്കും ഗ്രേവിൽ കിടക്കുന്നുണ്ടാവുക, ആ ശ്മശാനത്തിൽ എങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അപ്പൊ ഈ വരികൾ കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാകാം തന്റെ വൈഫ് മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടോയിലിംഗ്, റീജോയ്സിങ്, സോറോയിങ്. അദ്ദേഹത്തിന്റെ ലൈഫ് മൊത്തത്തിൽ ഈ ഒരു വരികളുടെ ടോയിലിംഗ്, ഹാർഡ് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ആ ഒരു ഫോജിൽ കടന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. റീജോയ്സിങ്, അദ്ദേഹം ഹാപ്പിനെസ് അദ്ദേഹത്തിനുണ്ട് അല്ലേ? ജീവിതത്തിന്റെ കംപ്ലീറ്റ് പാർട്ടാണ്. വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരി പാടി കൊടുത്താൽ മതി. വാട്ട് ഈസ് ലൈഫ്? ജീവിതമാകുന്ന സമയത്ത് കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും, ഹാപ്പിനെസ് ഉണ്ടായിരിക്കും അല്ലേ? ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. സോറോയിങ്, സാഡ് ഉണ്ടായിരിക്കും അല്ലേ? അതില്ലാതെ പിന്നെന്ത് ലൈഫ്? അതുണ്ടെങ്കിലേ ലൈഫ് അടിപൊളിയാവുകയുള്ളൂ. യെസ്, ടോയിലിംഗ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, അതുപോലെ തന്നെ സങ്കടപ്പെടലുണ്ട്. ഓൺവാർഡ്സ് ത്രൂ ലൈഫ് ഹി ഗോസ്. ഇങ്ങനത്തെ ഒരു ലൈഫിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈച്ച് മോർണിംഗ് സീ സം ടാസ്ക് ബിഗിൻ. ഓരോ പകലിലും പുതിയ പുതിയ ടാസ്കുകൾ, ആ ഒരു ഫോജിലേക്ക് പുതിയ പുതിയ ടാസ്കുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു. അതായത് ഓരോ സാധനങ്ങൾ കൊണ്ടുതരുന്നു, ഓരോ കത്തി ഉണ്ടാക്കാനും കോടാലി ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വരുന്നു. ഈച്ച് ഈവനിങ് സീസ് ഇറ്റ് ക്ലോസ്. ഓരോ വൈകുന്നേരവും ഓരോ ജോലികളും അദ്ദേഹം തീർത്ത് പോകുന്നു. സംതിങ് അറ്റംപ്റ്റഡ്. ചില ജോലികളൊക്കെ അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്യും. ചില ഒരു കത്തിമൂർച്ച വെപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ പിന്നെ ചില ഏതെങ്കിലും ഭാഗം പൊട്ടിപ്പോയതുണ്ടായിരിക്കും. അങ്ങനെ കുറെ സാധനം അദ്ദേഹം നന്നാക്കാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യും, ട്രൈ ചെയ്യും. ഇത് ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ. ചിലത് ട്രൈ ചെയ്യും. സംതിങ് ഡൺ. ചിലതൊക്കെ ശരിയാവും, ചിലത് ശരിയാവില്ല. മറ്റേ മൂപ്പര് ഒരു ചെക്കൻ പറഞ്ഞില്ലേ പണ്ട്, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ചിലത് ശരിയായിട്ടില്ലെങ്കിലും അവൻ ട്രൈ ചെയ്തിരുന്നു അല്ലെ? അതുപോലെ നിങ്ങളും നമ്മളും എന്താക്കണം? ജീവിതത്തിൽ പല 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 ചാലഞ്ചസും നമ്മുടെ മുന്നിലേക്ക് വരും. വി ഹാവ് ടു ട്രൈ. നമുക്ക് ശ്രമിക്കണം. ചിലതൊക്കെ ശരിയാവും, ചിലത് ശരിയാവില്ല. സംതിങ് ഡൺ. ചിലത് ശരിയാവും, ചിലതൊക്കെ അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് ഏൺഡ് എ നൈറ്റ്സ് റിപ്പോസ്. രാത്രി കിടന്നുറങ്ങാനുള്ള, രാത്രി ഭയങ്കര റെസ്റ്റ് എടുക്കാനുള്ള അദ്ദേഹം ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് റെസ്റ്റ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട്. സോ എങ്ങനെ ഏൺ ചെയ്യുന്നത്? ചില വസ്തുക്കളൊക്കെ അദ്ദേഹം ട്രൈ ചെയ്തു, ചിലതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ഭാവിയിൽ റെസ്റ്റ് ഉണ്ടായിരിക്കില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരൂ എന്നുള്ള വലിയൊരു പാഠമാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ. താങ്ക്സ് ടു യു. ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ്. മൈ വർത്തി ഫ്രണ്ട്, എന്റെ വാല്യബിൾ ആയിട്ടുള്ള ഫ്രണ്ട്. വർത്തി പറഞ്ഞാൽ വാല്യബിൾ ആയിട്ട് വളരെ മൂല്യവത്തായ ഫ്രണ്ട്. താങ്ക് യു ഫോർ ദ ലെസൺ യു ഹാസ് തോട്ട്. ദോ ഹാസ് തോട്ട് എന്ന് പറഞ്ഞാൽ യു ഹാവ് തോട്ട്. നീ എനിക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു വാല്യബിൾ ആയിട്ടുള്ള ഈ ഒരു പാഠങ്ങൾക്ക് നന്ദി. ദസ് അറ്റ് ദ ഫ്ലേമിംഗ് ഫോർജ് ഓഫ് ലൈഫ്. ഈ ഒരു കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ആ ഒരു ലൈഫ്, അത് ആക്ച്വലി ലൈഫിനോട് കമ്പയർ ചെയ്തതാണ്. ആ ഒരു കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോർജ് ആകുന്ന, ഈ ഒരു വർക്ക്ഷോപ്പ് ആകുന്ന ലൈഫ്. അങ്ങനെ ഫോർച്യൂൺ must be wrought. നമ്മുടെ ആ ഒരു ഭാവികൾ എന്താക്കണം? wrought എന്ന് പറഞ്ഞാൽ beaten out or shaped by hammering. അത് നമ്മളിങ്ങനെ അടിച്ചടിച്ച് ഷേപ്പ് ചെയ്തിരിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഒരു ഫോർജിലുള്ളതുപോലെ നമ്മുടെ ജീവിതവും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം. അതായത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിടലനായിരിക്കും. എക്സാമിന് വേണ്ടി നല്ല കിടലനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കി സെറ്റ് ആക്കുകയാണെങ്കിൽ whatever you could understand, you have to write down in 1 or 2 paragraph. 2-3 പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലായത്, അത് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ that's gonna help your upcoming examination. നോക്കിയോ, ദസ് അങ്ങനെ നമ്മൾ എന്താക്കണം? അടിച്ചടിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ഷേപ്പ് ചെയ്യണം. അതായത് ഹാമറിങ് ചെയ്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ലൈഫ് സെറ്റ് ആക്കണം. ദസ് ഓൺ ഇറ്റ് സൗണ്ടിങ് ആൻവീൽ ഷേപ്പ്. അങ്ങനെയാണ് ആ ഒരു സൗണ്ടിങ് ഉണ്ടാവുന്ന ആൻവീൽ ഷേപ്പ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ആ ഒരു ആൻവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കേട്ടോ, നമ്മൾ അടിച്ചടിച്ച് സെറ്റ് ആക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും അടിയിലുള്ള സാധനം ഉണ്ടല്ലോ, അതുപോലും ഷേപ്പ് ചെയ്യുന്നത് ഇങ്ങനെ സൗണ്ട് ഉണ്ടായി തന്നെയാണ്. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഈച്ച് ബേണിംഗ് ഡീഡ് ആൻഡ് തോട്ട്. ഓരോ ബേണിംഗ് കത്തിജ്വലിക്കുന്ന പ്രവൃത്തികളും അതുപോലെ തന്നെ ചിന്തകളും പ്രവൃത്തികളും. ചിന്ത മാത്രം പോരാ,
പ്രവൃത്തി മാത്രം വരാം, ഇത് രണ്ടും കൂടെ ഒത്തിണങ്ങിയിട്ടുള്ള പ്രവൃത്തികളാണോ നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ദെൻ ഓൺലി വി വിൽ വിൻ. നമ്മൾ സെറ്റ് ആവുകയുള്ളൂ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. പിന്നെ ഒരു കിടിലൻ സാധനം കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വാട്ട് ലെസൺ ഡു യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ബ്ലാക്ക് സ്മിത്ത്? ബ്ലാക്ക് സ്മിത്തിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഓക്കെ, ഈ ഒരു എസ്റ്റാബ്ലിഷസ് ദ ഫാക്ട് ദാറ്റ് ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഹാർഡ്ഷിപ്പ്. ജീവിതമാകുന്ന സമയത്ത് ഹാർഡ്ഷിപ്പ് ഉണ്ടായിരിക്കും, അതായത് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും, ആൻഡ് ഹാപ്പിനെസ്, സന്തോഷമുണ്ടായിരിക്കും. വി ഹാവ് ടു മേക്ക് എ ഫോർച്യൂൺ ഫ്രോം ദ അഡ്വേഴ്സ് സിറ്റുവേഷൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസം നിറഞ്ഞ സിറ്റുവേഷനിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കിടിലൻ ലൈഫ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ, സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ്സ് റിലേറ്റഡ് ടു ബ്ലാക്ക് സ്മിത്ത് ജോബ് ഫ്രം ദ പോം. ബ്ലാക്ക് സ്മിത്തിന്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർഡുകൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലോ, ഹെവി, സ്ലഡ്ജ്, ബീറ്റ്, ഫ്ലൈമിംഗ്, ഫോർജ്, ബേണിംഗ്, സ്പാർക്ക്. ഇതൊക്കെ എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റ് ആണല്ലോ? ഓക്കെ, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിന്റെ 3ാമത്തെ ബാച്ചാണ്. ആ ബാച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ട് കിട്ടുന്നത്. 1 ഇയർ സപ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ആസ് സൂൺ ആസ് പോസിബിൾ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പ്രൈസ് കുറവാണെന്ന് കരുതിയിട്ട് ഇതിന്റെ വാല്യൂ കുറവാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വളരെ യൂസ്ഫുൾ ആകുന്ന, നിങ്ങൾ ഇതിപ്പോ കണ്ടതുപോലെയുള്ള കിടിലൻ ഐറ്റംസ് ഒക്കെയാണ്, PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ പോകുന്നത്. പവർ ആയിരിക്കും, അടിപൊളിയായിരിക്കും. സോ മസ്റ്റ് ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇതിന്റെ സമ്മറി നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എന്താക്കുക, നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലായതൊക്കെ സെറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതോടുകൂടി നിങ്ങൾക്ക് എന്താകും, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് മനസ്സിലാകാൻ പോവുകയാണ്. യെസ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടാൽ മതി. നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ കിട്ടാൻ പോവുകയാണ്. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദ ക്ലാസ്? ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനി വേണോ? എന്താണ് ആക്ച്വലി മൈ നെയിം ഈസ് ജംഷാദ്. യു ക്യാൻ ഓൾവേസ് കോൾ മീ JD. JDയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ ധാരാളം ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ എക്സാം 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ. താങ്ക് യു.